ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ജാതി പൊരിച്ചില്ലാത്ത. അപ്പം ഞാനെന്ത് ചെയ്ത് ഫുഡ് എടുത്തിട്ട് അതിൻ്റെ വായിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് കിടന്ന് ഓടി നടക്കുക കേട്ടോ. അപ്പം ഞാൻ ആ പഴമൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് താഴെ വെച്ച് കൊടുത്ത് നോക്കുകയാണ്, എങ്ങനെ അത് കഴിക്കും നോക്കട്ടെ എന്ന് വെച്ചിട്ട്. കാരണം അതിൻ്റെ പൊരിച്ചിലെല്ലാം കഴിയുമ്പോൾ എവിടെ ഫുഡ് നോക്കിയിട്ട് അത് കൊത്തി കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലതല്ലേ. എൻ്റെ കൈ മൊത്തം അവളുടെ പണിയാണ് ആ പഴത്തിന് ഇങ്ങനെ ആക്കിയിട്ട്. അപ്പോൾ ഒരു ഷോള് വിരിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പിദൂരാണെങ്കിലും പ്രശ്നമല്ലല്ലോ, പഴം കഴിക്കലും എല്ലാം കഴിയുമ്പോഴത്തേനും ഇവിടെ മൊത്തം നാറും. അപ്പം ഞങ്ങൾ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് വിശ്വാസമില്ല. നമ്മുടെ തക്കുടിനെ പോലെ തന്നെ വേറെയും കാക്കകൾ വന്നിട്ട് ഇതിനെ നോട്ടിടുന്നുണ്ട്. പിന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ കൊക്കൊന്നും പോകാത്തത് കൊണ്ട് പിടിച്ചു വലിക്കാനോ ഒന്നും കിട്ടില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ നിർബന്ധിച്ച് ഫുഡ് കൊടുക്കുന്നതും അല്ലാതെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഡിഫറെൻ്റ് തന്നെയല്ലേ. അപ്പോൾ ഇതാ പഴം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് പിടിച്ചു കിട്ടും. കാരണം ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുകയും അത് എന്തെങ്കിലും പ്രശ്നങ്ങളാവുകയും ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് വെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്ത് സിറിഞ്ച് കൊണ്ടുവന്ന് അതിനെ അടിച്ചു കൊടുക്കരുത്, ലെൻസിലേക്ക് കയറും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നിയെങ്കിലും എന്തായാലും കുഴപ്പമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധയോടെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കിയത്. അപ്പോൾ കുഴപ്പമില്ല. ആൾ ഒറ്റയ്ക്ക് ഫുഡ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. വെള്ളം ചുണ്ടിൽ മുട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, വെള്ളം വേണമെങ്കിൽ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചോറൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ചോറിൻ്റെ നനവ് പോലും വേണ്ട, ചോറ് വറ്റി കിട്ടിയാൽ മതി. ഫുള്ള് ചോറും ആൾ കാലിയാക്കും. അപ്പോൾ ഞാൻ ഈ പഴത്തിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് കൊത്തിയിട്ട് കിട്ടണില്ല, ഫുള്ളായിട്ട് കിട്ടണില്ല. അപ്പോൾ ഇതെടുത്തോ, എടുത്തോ, അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എടുത്ത് കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നോണ്ടില്ലേ, ക്യാമറയിലേക്ക് നോക്കണില്ല, അതാണ് സംഭവം കേട്ടോ. നമ്മളെ മനസ്സിന് ഓരോ വിഷമമുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തില്ലേ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നല്ലോണം നമ്മളെപ്പോഴാണ് തകർന്നിരിക്കുന്നത് ആ സമയത്താണ് ഫസ്റ്റ് തക്കുടൂനെ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ തക്കുടൂനെ നോക്കലും തക്കുടൂന് ഫുഡ് കൊടുക്കലും തക്കുടൂൻ്റെ ഓരോ വളർച്ചകളും, അങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ തക്കുടൂൻ്റെ വീഡിയോസ് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ അങ്ങനെ അതിൽ വലുതാവണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങൾ നമ്മൾ വിടും. അതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് ഡൗൺ ആകുന്ന സമയത്താണ് നമുക്ക് ഓരോന്നും കിട്ടുക. പഴം കയ്യിലാവും, കൈ മാറ്റി വെക്കി, എന്നിട്ട് അവിടെയൊക്കെ വെച്ച് തേക്കുന്നേ. ഈ ബേബീനെ പോലെ തന്നെയാണ് നമ്മുടെ ചിക്കു. ഇതാണ് നമ്മുടെ ചിക്കുവിനെ ഇന്നാളെ നമ്മുടെ ഒരു സുന്ദരിയും ചിക്കുവൊക്കെ കൂടി കാവലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പട്ടിക്കുട്ടൻ്റെ പേര് ചിക്കു എന്നാണെന്നാണ്. ചിക്കു അതല്ല, ഇതാണ് ചിക്കു, പല്ല് പോയ ചിക്കു. 2 മാസം എങ്ങനെ തന്നെ ഞങ്ങൾ കഴിച്ചു കൂട്ടെന്ന് അറിയണില്ല ഇവളെയും കൊണ്ട്. അവളുടെ ഉള്ളിലുള്ള പരമാവധി വിക്രസെടുത്ത് അവൾ പുറത്തിടുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡാൻസും പാട്ടും ടിവിയും അംഗം അടിയും ബഹളവും. അതിനിടയിൽ നമ്മുടെ ബേബിയുടെ വളർച്ചയും അല്ലേ. ബേബി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കണം, വാരി വലിച്ചിട്ടാ തിന്നിട്ടടി എൻ്റെ കുട്ടി. ബേബീനെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം ബേബിക്ക്. ചുമക്ക് തുപ്പ് പോയിട്ട്. അതെ, ഉമ്മാൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നു. അവിടെ ഇതിൻ്റെ മേലെ വെക്ക്, കാണിച്ചു തരാം. ഉമ്മാൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. വീടിൻ്റെ മുറ്റത്ത് നിൽക്കണ മണലില്ലാത്ത മുല്ലപ്പൂവും കുറച്ച് ചെടിയും. അപ്പോൾ എന്തായാലും എൻ്റെ ചീക്കു ഇത്ര സ്നേഹത്തോടെ തരികയല്ലേ അല്ലേ, എങ്ങനെ മേടിക്കാതിരിക്കുക. മണമില്ല, അത് ശരിക്കും മുല്ലപ്പൂവിൻ്റെ മണമാണോ നോക്കേ. ആണോ മുല്ലപ്പൂവിൻ്റെ മണമാണോ? അല്ലല്ലോ, മണമുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ബേബി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കണം. ബേബി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിലാക്കാം, തുടച്ച് വൃത്തിയാക്കണം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മൊത്തം നനച്ചിട്ടുണ്ടാവും.